താടി തിന്നുന്ന കുതിര. മുഗൾ ചക്രവർത്തി തങ്ങളുടെ രാജ്യം ആക്രമിക്കാൻ പടയൊരുക്കം നടത്തുന്നുണ്ട് എന്ന വിവരം വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായ കൃഷ്ണദേവരായർ അറിയാൻ ഇടയായി. അദ്ദേഹം രാജ്യരക്ഷയ്ക്ക് വേണ്ട സന്നാഹങ്ങൾ ചെയ്തു. കുതിരപ്പടയുടെ ശക്തി വർദ്ധിപ്പിച്ചു. രാജാവ് ചെറിയ കുതിരകളെ നാട്ടുകാരിൽ വിശ്വസ്തരായവർക്ക് വളർത്താനേൽപ്പിച്ചു. കുതിരകളെ നോക്കുന്നവർക്ക് തീറ്റച്ചെലവിന് മാസം തോറും 15 വെള്ളി കൊടുക്കാൻ രാജാവ് ഏർപ്പാട് ചെയ്തിരുന്നു. വിദൂഷകനായിരുന്ന തെനാലിരാമനും ഒരു കുതിരയെ കിട്ടി. തെനാലിരാമൻ കുതിരയെ വീട്ടിൽ കൊണ്ടുപോയി പുറത്തുള്ള ഒരു മുറിയിലാക്കി. ആ മുറിക്കുണ്ടായിരുന്ന പ്രവേശനദ്വാരം അദ്ദേഹം അടച്ചു. ഭിത്തിക്ക് ഒരു ദ്വാരമിട്ട് അതിലൂടെ കുതിരയ്ക്ക് തീറ്റ കൊടുത്തിരുന്നു. കുതിരത്തീറ്റയ്ക്ക് വേണ്ടി രാജാവ് നൽകിയിരുന്ന പണം മനുഷ്യരുടെ തീറ്റയ്ക്ക് വേണ്ടിയാണ് തെനാലിരാമൻ ഉപയോഗിച്ചത്. രാജ്യത്തെ പണം രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിനാൽ ഭക്ഷ്യസാധനങ്ങൾക്ക് പോലും വലിയ വിലയായിരുന്നു. അതുകൊണ്ട് തെനാലിരാമൻ കുതിരയ്ക്ക് ഒരു ചെമ്പുതുട്ടിനുള്ള തീറ്റ പോലും വാങ്ങിക്കൊടുത്തില്ല. കുതിര ചാകാതിരിക്കാൻ ഒരു പിടി ഉണക്കപ്പുല്ല് ദിവസേന കുതിരയ്ക്ക് കൊടുത്തു വന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. എല്ലാ കുതിരകളെയും അരമനയിൽ ഹാജരാക്കണമെന്ന് രാജാവ് ഉത്തരവിട്ടു. എല്ലാവരും കുതിരയെ കൊണ്ടുവന്നു. എന്നാൽ തെനാലിരാമൻ മാത്രം കൊണ്ടുവന്നില്ല. കുതിരയെ കൊണ്ടുവരിക എളുപ്പമല്ലെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. അങ്ങനെ രാജാവ് കുതിരകളുടെ സേനാധിപനെ തെനാലിരാമൻ്റെ കുതിരയെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ഏതു കുതിരയെയും മെരുക്കാനുള്ള കഴിവ് താടിക്കാരനായ ആ സേനാധിപന് ഉണ്ടായിരുന്നു. ആ സേനാധിപൻ തെനാലിരാമൻ്റെ വീട്ടിലെത്തി. മുറിയുടെ ഭിത്തിയിലുള്ള ദ്വാരത്തിലൂടെ അദ്ദേഹം കുതിരയെ നോക്കി. അദ്ദേഹത്തിൻ്റെ താടി ദ്വാരത്തിലൂടെ കണ്ടപ്പോൾ വിശന്നു വലഞ്ഞ കുതിര തനിക്കുള്ള ഉണക്കപ്പുല്ലാണെന്ന് കരുതി ആ മനുഷ്യൻ്റെ താടി കടിച്ചു വലിക്കാൻ തുടങ്ങി. സേനാധിപൻ എത്ര ശ്രമിച്ചിട്ടും താടി വിട്ടുകിട്ടിയില്ല. അവസാനം സേനാധിപൻ ഭിത്തി പൊളിച്ച് കുതിരയെ രാജസന്നിധിയിൽ ഹാജരാക്കി. കുതിരയെ പട്ടിണിക്കിട്ടതെന്തിന് എന്ന് രാജാവ് തെനാലിരാമനോട് ചോദിച്ചു. മനുഷ്യർ ഈ നാട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ കുതിരയ്ക്ക് എങ്ങനെയാണ് മൃഷ്ടാന്ന ഭോജനം കൊടുക്കുന്നത് എന്ന് രാമൻ തിരിച്ചു ചോദിച്ചു. രാമൻ്റെ വാക്കുകൾ കേട്ട രാജാവിന് വിവേകമുദിച്ചു. അദ്ദേഹം യുദ്ധകാര്യത്തിന് നീക്കിവെച്ചിരുന്ന തുക വെട്ടിക്കുറച്ച് ജനക്ഷേമത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഭരണത്തിൽ വന്ന പാളിച്ച ചൂണ്ടിക്കാട്ടിയതിന് തെനാലിരാമന് രാജാവ് പാരിതോഷികം നൽകുകയും ചെയ്തു.